ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാം പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ, അതുപോലെ താരനും മുടി പൊട്ടിപ്പോവുക അല്ലേ, ഇതൊക്കെ നമ്മുടെ എല്ലാം പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു പരിഹാരമാണ് മുടിയുടെ സംരക്ഷണത്തിനായിട്ട് കഞ്ഞിവെള്ളം ദിവസവും ഉപയോഗിക്കുന്നു. മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുന്നതിനും മുടിയുടെ ബലവും വളർച്ചയും വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മുടിക്ക് തിളക്കം മിനുസവും ഒക്കെ നൽകുന്നതിന് നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാവുന്നതാണ്. മുടി സംരക്ഷണത്തിന് അത്ര എളുപ്പമൊന്നുമല്ലെന്ന് നമുക്കറിയാം. മുടി സംരക്ഷിച്ചാൽ മാത്രമേ മുടി ഉണ്ടാവുകയുള്ളൂ. അതുപോലെ മുടി കൊഴിച്ചിലും നമ്മളെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പം മുടിയുടെ ആരോഗ്യത്തിന് സഹായകമാണ് കഞ്ഞിവെള്ളം. അതുപോലെ മുടിക്ക് പോഷണവും നൽകുന്നുണ്ട്. കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ മുടിക്ക് മികച്ച രീതിയിൽ തന്നെ പോഷണം നൽകുന്നു. അതുപോലെ തന്നെ പണ്ട് മുതലേ ഇതെല്ലാവരും ഉപയോഗിക്കുന്നതാണ് കഞ്ഞിവെള്ളം. അതുപോലെ നാച്ചുറൽ ചേരുവകളിൽ ഒന്നാണ് കഞ്ഞിവെള്ളം. നമുക്കെന്നും ഉപയോഗിക്കാവുന്നതാണ്. താരൻ മാറുന്നതിനും കണ്ടീഷണർ തുടങ്ങിയവ ഒക്കെ കണ്ടീഷണർ പോലെയും ഒക്കെയാണ് ഇത് തരുന്നത് ഗുണങ്ങൾ. അതുപോലെ മുടി നരയ്ക്കുന്നതിനും ഒരു പരിധിവരെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാൽ മാറ്റം വരുമെന്നാണ് തോന്നുന്നത്, അല്ലേ? എനിക്ക് തോന്നുന്നതാണേ. പിന്നെ നമുക്കിത് പല രീതിയിൽ ഉപയോഗിക്കാം. ഉലുവ അരച്ച് ചേർത്ത് ഉപയോഗിക്കാം. അതുപോലെ കറ്റാർവാഴയുടെ ജെല്ല് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ദിവസവും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഈ കഞ്ഞിവെള്ളം. അപ്പം ഞാൻ ഉപയോഗിച്ച് നോക്കുന്നതാണ് നേരത്തെ തൊട്ടേ. നമുക്കിനി ഉലുവ ചേർത്ത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. കറ്റാർവാഴയുടെ ജെൽ ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും നോക്കുക. നമ്മളുടെ മുടിയെ സംരക്ഷിക്കുക, മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക. എല്ലാവർക്കും മുടി വേണമെന്നുള്ള ആഗ്രഹമുള്ളവരല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. മുടി സംരക്ഷിച്ചാൽ മാത്രമേ മുടി ഉണ്ടാവുകയുള്ളൂ. അത് നമുക്കറിയാവുന്നതാണ്. ഇല്ലാതെ മുടി ഉണ്ടാകത്തില്ല. മുടി വൃത്തിയായിട്ട് ചെയ്യുകയും അതിനെ സംരക്ഷിക്കണം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആഴ്ചയിലൊന്നോ ഒക്കെ നമ്മൾ താളി തേക്കുക. ചെമ്പരത്തി താളി നല്ലതാണ്. അതുപോലെ കുറുന്തോട്ടിത്താളി നല്ലതാണ്. അപ്പം അതുപോലെ ഉലുവ ആണെങ്കിൽ നമുക്ക് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉലുവ ആ വെള്ളം കൊണ്ട് നമുക്ക് മുടി കഴുകിയാലും നല്ലതാണ്. ഇതൊക്കെ പണ്ട് മുതൽക്കേ ഞാൻ ചെയ്യുന്നതാണ്. ദിവസവും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ചെമ്പരത്തിത്താളി ഏറ്റവും നല്ലതാണ് മുടിക്ക്. അത് നമ്മൾ ആഴ്ചയിലൊന്നോ മാസത്തിൽ 2-3 തവണ അല്ലെങ്കിൽ ഓരോ ആഴ്ചയിൽ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പൂവും കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുത്ത് തലയിൽ തേക്കുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെ മുടി സംരക്ഷിച്ചാൽ മാത്രമേ മുടി ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും അവരവരുടെ മുടി സംരക്ഷിക്കുക. ഓക്കേ.